പറഞ്ഞപ്പോ ഒരു ഉളുപ്പുമില്ലാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞാനും കണ്ടിട്ടുണ്ട്, ആരോഗ്യമന്ത്രി കൈയൊഴിച്ചു, ചങ്ക് പിടിച്ച് രചിച്ചു എന്ന് പറഞ്ഞ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇവരുടെ വാക്ക് കേട്ട് ആ KSUവിന്റെ വിദ്യാർത്ഥികളെ 1ാം റിമാൻഡ് കാലാവധി തീർന്നിട്ടും 2ാം റിമാൻഡ് കാലാവധിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കള്ള കേസ് ചുമത്തി നിങ്ങൾ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും വിദ്യാർത്ഥികളെ വേട്ടയാടാൻ ശ്രമിച്ച 10 വർഷം ഞങ്ങൾ മറന്നുപോയി എന്ന് ധരിക്കരുത്. ഞങ്ങൾ ഒന്ന് പറയാം, ഞങ്ങൾ ഈ പൊതുയോഗം വെച്ചത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ആവേശം കൊണ്ടല്ല. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തിരിച്ചുപിടിക്കാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന സകലമായ രാഷ്ട്രീയക്കാരനും ലീഗുകാരനും കോൺഗ്രസുകാരനും CPM-കാരനും BJP-കാരനും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പരസ്പരം ഇരുട്ടിന്റെ മറവിൽ ഭയമില്ലാതെ നടന്നുപോകാൻ, ആൾക്കൂട്ടത്തിനിടയിൽ പരസ്പരം സംവദിച്ച് ഇരുട്ടിന്റെ മറവിലേക്ക് പോകുമ്പോ ഇരുട്ടിന്റെ മറവിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ബോംബെറിയുമെന്ന് ഭയമില്ലാതെ ജീവിക്കാൻ, അങ്ങനെ ജീവിക്കുന്ന നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ വന്ന് ഇരുട്ടിന്റെ മറവിൽ ബൈക്കിൽ ആളുപോയി ബോംബെറിന്റെ വിഷ്വലുണ്ടായിട്ടും അവരെ പിടിക്കാതിരുന്നാൽ എന്താണ് പ്രയാസം എന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പോലീസ് നിങ്ങൾ ഓർത്തുവെച്ചോ, ഈ നാട്ടിലുണ്ടാകാൻ പോകുന്നത് കലാപമായിരിക്കാം, അത് UDF ഉണ്ടാക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അത്രമേൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? അനന്തപുരിയിൽ ഒരു ചെറുപ്പക്കാരൻ 4 പേരെ കൊന്നില്ലേ? എങ്ങനെയാ കൊന്നത്? കൊന്നാൽ പ്രശ്നമില്ല എന്ന ബോധ്യമുണ്ടായി ഈ നാട്ടിൽ. കഴിഞ്ഞ 10 വർഷക്കാലം ഞാനിത് ഒരു കീഴ്വാണ പ്രസംഗത്തിൽ പറഞ്ഞില്ല, ഉത്തരവാദിത്ത ബോധത്തിൽ ഞാനൊന്ന് പറയാം. കേരളത്തിന്റെ 10 വർഷം, സമീപകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിന്റെ മണ്ണിൽ എത്ര അക്രമങ്ങൾ കുന്നുകൂടി, എങ്ങനെ അക്രമം ഉണ്ടായത്, അക്രമം നടത്തുന്ന ചെറുപ്പക്കാർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് ചോദിച്ചാൽ CPM 10 വർഷം നാട് ഭരിച്ചു എന്നതാണ്. ഒരു തർക്കവുമില്ല. എന്താ കാരണം? ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ നെഞ്ചത്ത് കഞ്ചക്ക് കൊണ്ട് കുത്തിക്കൊല്ലാൻ, നിങ്ങൾ കൊന്നിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. കൊന്നാൽ പ്രശ്നമില്ല, ഞങ്ങൾ കൂടിപ്പോരാം എന്ന് പറയുന്നു. ആരാ ഈ ധൈര്യം കൊടുത്തത്? നമുക്കറിയാം, വയനാട് ഒരു കോളേജിൽ ഒരു ചെറുപ്പക്കാരനെ SFI-ക്കാരൻ കൊല്ലാൻ ഒരു പ്രയാസമില്ല എന്ന് വിളിച്ചു പറയുന്നു. ആരാണ് ഇവർക്ക് ധൈര്യം കൊടുത്തത്? തിരുവനന്തപുരത്ത് പോലീസിന്റെ ജീപ്പിനകത്ത് അറിയുന്നു. ആർക്കാണ് ഇവർ ധൈര്യം കൊടുത്തത്? എങ്ങനെ ചെറുപ്പക്കാരിൽ ഇത്രമേൽ ധൈര്യമുണ്ടായത്? കൊന്നാൽ പ്രശ്നമില്ല എന്ന ബോധ്യമുണ്ടായത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, CPM 10 വർഷം നാട് ഭരിച്ചു. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കൾ ഈ പ്രദേശത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയല്? CPM ഭരിച്ചാൽ അക്രമം ഉണ്ടാകുമോ? കൊലപാതക വാസന ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഉണ്ടാകുമെന്ന്. എന്താ കാരണം? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യരെ കൊന്നു. ആരാ കൊന്നത്? ഷാഫി എന്ന് പറയുന്ന 1ാം പ്രതിയെ കേരളത്തിന്റെ പോലീസ് 1ാം പ്രതിയായി FIR ലിസ്റ്റിട്ടു. ആ പ്രതിയെ ശിക്ഷ കൊടുത്തു. എന്നാൽ ഷാഫി എന്ന് പറയുന്ന ഒരു പക്ക ക്രിമിനലിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കല്യാണം നടത്തിക്കൊടുക്കാൻ മുൻപതിരുന്ന മനുഷ്യന്റെ പേര് N. ഷംസീറൻ. ആരാ ഷംസീർ? കേരളത്തിന്റെ സ്പീക്കർ. ഒരു കൊലപാതക കേസിലെ പ്രതി ആ നാട്ടിൽ കല്യാണം കഴിച്ചു പോകുമ്പോ ഒന്നീ വരുമുമ്പായ ജനങ്ങളൊന്ന് കേൾക്കാം. ഈ നാട്ടിൽ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരുത്തരുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ പോലും ഞങ്ങൾക്ക് ധൈര്യമുണ്ടാകുമോ? ഒരു ക്രിമിനൽ ലിസ്റ്റിലുള്ള ഒരു ചെറുപ്പക്കാരൊപ്പം നടക്കാൻ ആർക്കും ധൈര്യമുണ്ടാകുമോ? എന്നാൽ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ 1ാം പ്രതി ഷാഫിയുടെ വീട്ടിൽ കല്യാണത്തിന് ഒരു ആങ്ങളയെ പോലെ, ഒരു കാർന്നവരെ പോലെ, ഒരു ഉപ്പാപ്പയെ പോലെ ആ നിക്കാഹിന് കാർമ്മിത്വം കൊടുത്ത മനുഷ്യന്റെ പേര് N. ഷംസീറാണ്. പരോളിൽ ഇടക്കിടക്ക് പരോള് കൊടുക്കാൻ ഒരു നിയമ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു. സെൻട്രൽ ജയിലിൽ ആവശ്യമാകുന്ന സകലമായ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാനും നിങ്ങളും എന്തേ മാന്യനായി പോയത്? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലീസ് പിടിക്കും, ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഭയമാണ്. എന്നാൽ CPM-കാരൻ കൊടുത്ത ഭയമില്ലാത്ത ഒരു നാടുണ്ട്. നിങ്ങൾ ജയിലിൽ പോയാൽ പ്രശ്നമില്ല, പരോള് ഞങ്ങൾ തരും, ആവശ്യമുള്ള സമയത്ത് പരോള് തരും, ഫോൺ തരും, കഞ്ചാവ് തരും, മയക്കുമരുന്ന് തരും. ജയിലിലേക്ക് പോയാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് മാത്രമല്ല, നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു വെച്ചു, 2026 ഒരുപക്ഷെ ഞങ്ങൾക്ക് ഭരണം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തകർ ജയിലിലേക്ക് പോകും. അങ്ങനെ പോകേണ്ടി വന്നാൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾക്ക് ഒരു ദിവസം 600 രൂപ കൂലി ഞങ്ങൾ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സർക്കാർ നാട് വരെ ഇറങ്ങിപ്പോകേണ്ടിപ്പോൾ ഞങ്ങൾ പോലീസിനോട് പറയുന്നു, നാടിന്റെ സമാധാന അന്തരീക്ഷം തിരിച്ചുപിടിക്കണം. ഞങ്ങൾ ഒന്ന് പറയാം, മട്ടന്നൂർ പോലീസ് സ്റ്റേഷനും പൂത്തോട് പോലീസ് സ്റ്റേഷനും ആളുകൾ പോകാറുണ്ട്. എന്തിനാ പോകാറ്? ഞാനൊരു 50,000 രൂപ വായ്പ കൊടുത്തു, എന്റെ വായ്പ തിരിച്ചു കിട്ടുന്നില്ല, പോലീസ് ഒന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാറുണ്ട്. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പോലീസുകാരെ സമീപകാലത്ത് അങ്ങനെ ഒരു പരാതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ടോ? 1, 2, 3 ലക്ഷം വായ്പ കൊടുത്താൽ എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. എന്താ കാരണം? ആ പരാതി തീർപ്പ് കൊടുക്കുന്ന മനുഷ്യന്റെ പേര് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു 10ാം ക്രിമിനൽ. അദ്ദേഹം ഈ നാട്ടിൽ മദ്യസത്തിന്റെ ചർച്ച ചെയ്യും, അദ്ദേഹം എയർപോർട്ടിൽ വരുന്ന സ്വർണം പൊട്ടിക്കും, അത് പൊട്ടിച്ച ആളുകൾക്ക് വിതരണം ചെയ്യും. അങ്ങനെ നടത്തുന്ന ഒരു ക്രിമിനൽ ഈ നാട്ടിലുണ്ടായത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ പോലീസും ആഭ്യന്തരമന്ത്രിയും നേടാമണ്ണം കേസ് അന്വേഷിക്കാതെ കൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രമേൽ അക്രമമുണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു.